ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മാമ്പഴം തൈരിട്ടതാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതിനായിട്ട് ഞാൻ 2 മാമ്പഴം എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ തൊലി കളഞ്ഞ ശേഷം ചെറുതായിട്ട് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ക്വയറായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇങ്ങനെ എടുക്കുന്നതാണ് നമുക്ക് എളുപ്പം നല്ലത്. അതിനുശേഷം ഞാൻ ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ 4 പച്ചമുളക് അത് നടുകെ ഞാൻ കീറിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു 4 വലിയ വെളുത്തുള്ളി അത് ചതച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് അരിയേണ്ട ആവശ്യമില്ല, ചതച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടി നമുക്ക് ഫ്ലേവറിന് നല്ലത്. അതിനുശേഷം ഞാൻ 1 കപ്പ് തൈരാണ് നമ്മൾ ഇതിനു വേണ്ടി ചേർക്കുന്നത്. അതിനുശേഷം ഒരു പാൻ ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിക്കൂ. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതോടെ നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. സവാള നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വാടി വരണം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് പെട്ടെന്ന് വാടി വരാൻ വേണ്ടി നമുക്കൊരു 1/2 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് അവസാനം കറി വാങ്ങുമ്പോൾ ഉപ്പ് പോരായെങ്കിൽ നമുക്ക് രണ്ടാമത് നമുക്ക് ചേർക്കാം. ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്കും ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. നമുക്ക് മുളക് പൊടിയോ മസാലപ്പൊടിയോ ആവശ്യമില്ല. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് മാമ്പഴം ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ, ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇതൊന്ന് നമുക്കൊന്ന് വെന്ത് കിട്ടിയാൽ മതി, ഉടയേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ലാസ്റ്റ് നമുക്ക് തൈര് ചേർത്ത് കഴിയുമ്പോൾ ശേഷം കുറച്ചുകൂടെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 1/2 ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് തൈര് ചേർക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കട്ടത്തൈരാണ്. ആ കട്ടത്തൈര് നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ ചേർത്ത് വെക്കുന്നു, ഉടയ്ക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിനുശേഷം നമുക്ക് തീ ഒന്ന് നല്ല സിമ്മിൽ ഇടുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. കാണിച്ചാൽ നമുക്ക് തൈര് തിളയ്ക്കാതെ നോക്കണം. അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നമുക്ക് ടൈറ്റായിരിക്കുന്ന ഒന്ന് ലൂസായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് ചൂടായ പാടെ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. നമ്മുടെ മാമ്പഴം തൈരിട്ടത് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.